ഹായ് എവ്രിവൺ, ഞാൻ അലീന ബിലോക്കോസ്. ആറ്റിങ്ങൽ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കേരളത്തിലെ പ്രശസ്തമായ നേത്ര പരിശോധനാ കേന്ദ്രങ്ങളിലൊന്നാണ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ. കാറ്ററാക്ട് സർജറി, ലാസിക് സർജറി, വിട്രിയോ റെറ്റിനൽ സർജറി തുടങ്ങിയ ഒട്ടനവധി സേവനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. നമ്മുടെ നിലവിലെ ഡോക്ടേഴ്സ് പാനൽ ഡോക്ടർ PS ഗിരിജാദേവി, കോർണിയ ആൻഡ് റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ വിഷ്ണു സോമരാജ് പിള്ളെ, ഫാക്കോ സർജൻ ആൻഡ് മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ ആര്യ UV, ഫാക്കോ സർജൻ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ആറ്റിങ്ങലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ അതിന്റെ ബിഗിനിങ് പ്രോസസ് മുതൽ എൻഡിങ് പ്രോസസ് വരെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. സോ ഇനി വീഡിയോയിലേക്ക് പോകാം. ഡോക്ടർ കാണാനില്ല. ഇവിടെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ. എന്തായിരുന്നു കണ്ണിന് ബുദ്ധിമുട്ട്? വലുത് കണ്ടിട്ടൊരു വേദന, പിന്നെ ഒരു റെഗുലർ ചെക്കപ്പിന്. നമുക്കിവിടെ 3 ഡോക്ടേഴ്സാണ് ഉള്ളത്. ഡോക്ടർ ഗിരിജ, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ ആര്യ. ഡോക്ടർ ഗിരിജയും ഡോക്ടർ വിഷ്ണുവും റെറ്റിന സ്പെഷ്യലിസ്റ്റ് ആണ്. ഡോക്ടർ ആര്യ ഫാക്കോ സർജൻ ആണ്. നമുക്ക് ഇന്ന് ഡോക്ടർ വിഷ്ണുവിനെ കാണിക്കാം. മിസ് സൗമ്യ, എന്തായിരുന്നു ഇപ്പൊ കണ്ണിന് ബുദ്ധിമുട്ടായിട്ട്? കണ്ണിനായിട്ട് ഒരു ബുദ്ധിമുട്ട്, അപ്പൊ അതെന്താണെന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ട്. താടി ഇവിടെ വെച്ചിട്ട് നെറ്റി ഇവിടെ മുട്ടിച്ച് വെക്കണം കേട്ടോ. താടി എടുത്തോളൂ മാം. ഇപ്പൊ നമ്മള് മാനുവൽ മെഷീനിൽ നമ്മൾ പവർ ചെക്ക് ചെയ്തതാണ്. കണ്ണിന് എന്തെങ്കിലും പവർ ഉണ്ടോ എന്നുള്ളതനുസരിച്ചിട്ട് കണ്ണിന് ഇതുപോലെ സ്ട്രെയിൻ വന്നിട്ട് വേദന വരാം. അപ്പൊ അതറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്ത് അതിന്റെ പവർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാനുവലി കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ഡോക്ടറെ മീറ്റ് ചെയ്യാം. നമുക്ക് 2 കണ്ണിനും ചെറിയ രീതിക്ക് പവർ ഉണ്ട്. നമുക്ക് ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കാം. എന്താ ബുദ്ധിമുട്ട് മാഡം? കാഴ്ച ഒരു മങ്ങല് പോലെ, പിന്നെ വരയൊക്കെ വളഞ്ഞു വരുന്ന പോലെ, ലൈൻസ് ഒക്കെ വളഞ്ഞു പോലെ ഇരിക്കുന്ന പോലെ. വലത്തെ കണ്ടിട്ട് ഒരു വേദന. ഞാൻ കാഴ്ച നോക്കിയപ്പോൾ കാഴ്ച കുറച്ച് കുറവുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ കണ്ണാടി വെച്ചിട്ടും കാഴ്ച ഫുൾ ആയിട്ട് കയറുന്നില്ല. നമുക്ക് എന്താ കാഴ്ച കുറവിന്റെ കാരണമെന്ന് നോക്കാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും അസുഖമുണ്ടോ? ഷുഗർ ഉണ്ട്. കണ്ണിന്റെ കൃഷ്ണമണിയും ലെൻസിനും വലിയ പ്രശ്നമില്ല, അങ്ങനെ തിമിരമൊന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് കാഴ്ചക്കുറവ് ഇനി ഞരമ്പിന്റെ കാര്യം നോക്കണ്ടേ. ഷുഗർ കണ്ണിന്റെ ഞരമ്പി ബാധിക്കുന്ന അസുഖമാണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. ഞരമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണമെങ്കിൽ നമുക്ക് മരുന്ന് വെച്ച് നോക്കണം. 1 മണിക്കൂർ എടുക്കും മരുന്നിന്റെ എഫക്റ്റ് വരാൻ. ചെറിയ മങ്ങലാണ് മരുന്നിന്. നോക്കിയിട്ട് ഞാൻ ബാക്കി പറയാം. മിസ്സസ് സൗമ്യ, ഡോക്ടറുടെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടേ, അടുത്താണ്. താടി ഇവിടെ വെച്ചോളൂ കേട്ടോ മാഡം. ഞരമ്പ് നോക്കുമ്പോൾ കുറച്ച് ഷുഗർ ബാധിക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ ഷുഗർ കണ്ണിന്റെ ഞരമ്പി ബാധിക്കുന്നതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞരമ്പിലോട്ട് പോകുന്ന രക്തക്കൊല്ലും തിരിച്ച് ഞരമ്പി നാട്ടിലോട്ട് വരുന്ന രക്തക്കൊല്ലും കുറെ നാൾ ഷുഗർ കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ ബ്ലോക്ക് ആവും. അങ്ങനെ അമ്മയുടെ വലത്തെ കണ്ണി കാഴ്ചക്കുറവും വരകളൊക്കെ വളഞ്ഞിരിക്കുന്നു പറയുന്നില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞരമ്പി നാട്ടിലോട്ട് വരുന്ന രക്തക്കൊല്ല് ബ്ലോക്ക് ആകുമ്പോൾ രക്തം അവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. ഇത് ചെറിയ ചെറിയ രക്തക്കൊല്ലാകുമ്പോൾ രക്തം കെട്ടിക്കിടക്കുന്ന അതിന്റെ പ്രഷർ കൂടിയിട്ട് ഇത് പൊട്ടുമ്പോൾ ബ്ലീഡിങ് സ്പോട്സ് വരും. അങ്ങനെ വലത്തെ കണ്ണിലും ഇടത്തെ കണ്ണിലും എല്ലാത്തും ഈ ബ്ലീഡിങ് സ്പോട്സ് കാണുന്നുണ്ട്. പിന്നെ രക്തത്തിലുണ്ട് വെള്ളവും കൊഴുപ്പും ഞരമ്പിലോട്ട് അടിയാൻ തുടങ്ങും. അങ്ങനെ വലത്തെ കണ്ണിന്റെ സെൻട്രൽ ഭാഗത്ത് ഈ വെള്ളവും കൊഴുപ്പും അടിഞ്ഞ് നീര് വന്നിട്ടുണ്ട്. ആ നീര് വന്നുകൊണ്ട് ഡയബറ്റിക് മാക്കുലർ എഡിമ എന്ന് പറയും. ആ നീര് വന്നുകൊണ്ട് വലത്തെ കണ്ണിന്റെ കാഴ്ച നമ്മൾ കണ്ണാടി വെച്ചിട്ടും കൂടാതെ മാഡം പറഞ്ഞ പോലെ ലൈനൊക്കെ വളഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ആ നീരിന്റെയാണ്. ഇനി ഇടത്തെ കണ്ണിലും ഷുഗർ ഇങ്ങനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇടത്തെ കണ്ണി ആക്ച്വലി ഈ നീരില്ലെങ്കിലും കുറച്ച് കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞരമ്പിലോട്ട് പോകുന്ന രക്തോട്ടം ഈ ഷുഗർ കാരണം ബ്ലോക്ക് ആയി പോകും. അത് ബ്ലോക്ക് ആകുമ്പോൾ എന്ത് പറ്റുന്ന, ഞരമ്പിന്റെ ആവശ്യമുണ്ട് ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ കിട്ടുന്ന കുറെ. എന്നാൽ ഞരമ്പിലോട്ട് പോകുന്ന രക്തത്തില ഈ ഓക്സിജൻ ഗ്ലൂക്കോസ് ഞരമ്പിന് കിട്ടുന്നത്. അത് കുറെ നാൾ കിട്ടാതാകുമ്പോൾ ഞരമ്പ് എന്ത് ചെയ്യും? ഞരമ്പ് പുതിയ രക്തക്കൊല്ല് ഉണ്ടാക്കും. പക്ഷെ പുതിയ രക്തക്കൊല്ല് നമുക്ക് ദൈവം തന്ന ജന്മന കൊണ്ട് രക്തക്കൊല്ല് പോലെ അല്ല, അബ്നോർമൽ വെസൽസ് ആണ്. പിന്നെ കുറെ നാളാകുമ്പോൾ ഈ അബ്നോർമൽ വെസൽസ് ഉണങ്ങുമ്പോൾ റബ്ബർ ബാൻഡ് പോലത്തെ ഒരു
സാധനം ഉണ്ടാവും. അത് ഒരു ഭാഗം ഞരമ്പിലോട്ട് ഒട്ടിക്കിടക്കും. പിന്നെ കുറച്ചാളുമ്പോൾ ഇത് ചെറുതാകുമ്പോൾ ഞരമ്പിനെ വിട്ടു മാറ്റാനും സാധ്യതയുണ്ട്. ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് അതിന് പറയുന്നത്. ഇതെല്ലാം ഷുഗറിന്റെ കോംപ്ലിക്കേഷൻ. മറ്റേ കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല, പക്ഷെ ഇടത്തെ കണ്ണി ഈ അബ്നോർമൽ വെസൽസ് നമുക്ക് കാണും. ലേസർ അടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ കണ്ണി അബ്നോർമൽ വെസൽ വരാൻ കാരണം ഞരമ്പിന് ഇപ്പൊ ഇത്ര ഓക്സിജൻ ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ രക്തത്തിന് ഇപ്പൊ ഇത്ര ഓക്സിജനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഡിഫറൻസ് കാരണം ഞരമ്പ് അബ്നോർമൽ വെസൽസ് ഉണ്ടാക്കുന്നത്. ആ ഭാഗം നമ്മൾ ലേസർ അടിച്ച് കരിച്ചു കളയും. നമുക്ക് രക്തോട്ടം കൂട്ടാൻ പറ്റത്തില്ല, കാരണം ഷുഗർ ആണ് അത് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞരമ്പിന് ആവശ്യമുണ്ട് ഓക്സിജൻ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ ഈ അബ്നോർമൽ വെസൽസ് അവർ കടക്കേണ്ട ആവശ്യം കാണത്തില്ല. കൊണ്ടത് പോവും, പുതിയത് വരാതിരിക്കും, ഷുഗർ കൺട്രോൾ ചെയ്ത് പോയാൽ. ഇനി വലത്തെ കണ്ണില് ഈ അബ്നോർമൽ വെസൽസ് ഇല്ലെങ്കിൽ മെയിൻ ഭാഗത്ത് കാഴ്ചക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗം ഞരമ്പിന്റെ സെൻട്രൽ ഭാഗമാണ്, മാക്കുല എന്ന് പറയും. അവിടെയാണ് ഈ നീര് വന്നിരിക്കുന്നത്, മാക്കുലർ എഡിമ. ഡയബറ്റിക് മാക്കുലർ എഡിമ എന്ന വലത്തെ കണ്ണിന്റെ കാര്യം പറയുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ നീര് കുറയ്ക്കണം. കാരണം ആ നീര് അവിടെ ഇരിക്കുന്ന സമയത്തെല്ലാം ഞരമ്പിന്റെ സെൻട്രൽ ഭാഗത്ത് രക്തോട്ടം കുറഞ്ഞുകൊണ്ട് അവിടത്തോട്ട് ഓക്സിജനും ഗ്ലൂക്കോസും വരുന്ന കുറയും. അപ്പൊ ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ കാഴ്ചക്ക് പെർമനന്റ് ഡാമേജ് വരും. അതുകൊണ്ട് വലത്തെ കണ്ണിൽ നമുക്ക് നീര് കുറയ്ക്കാൻ ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്യണം. ഒരു ഇഞ്ചക്ഷന് ചിലപ്പം ഫുൾ നീര് കുറയണമെന്നില്ല. നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും എത്രത്തോളം നീര് കുറയുന്നുണ്ട്. ഫുൾ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് അങ്ങ് കുറച്ച് നീര് വരുവാണെങ്കിൽ മാത്രം കൊടുത്താൽ. ഇനി ഫുൾ നീര് മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൂടെ വെക്കേണ്ടി വരും. അങ്ങനെ 3 ഇഞ്ചക്ഷൻ വരെ കൊടുക്കും. 3 ഇഞ്ചക്ഷന് നീര് മാറാത്ത കേസ് ആണെങ്കിൽ നമ്മൾ വില കൂടിയ മരുന്നിലോട്ട് പോകേണ്ടി വരും. പക്ഷെ നീര് നമുക്ക് പെട്ടെന്ന് കളയാൻ തോന്നും, കളയേണ്ട ആവശ്യമുണ്ട്, മാറ്റി കളയേണ്ട ആവശ്യം. ഇതെല്ലാം ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള കാഴ്ച നോക്കാം, ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. ഒരു മാസമായില്ലേ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് വലത്തെ കണ്ണില്. നീരെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോ ഇപ്പൊ നോർമലൈസ് ആയിട്ടുണ്ട്. ടൈഡിൽ കുറച്ച് നീരുണ്ട്, പക്ഷെ അത് നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്യും. മെയിൻ ഭാഗത്ത് നീര് മാറിയിട്ടുണ്ട്. ഷുഗർ കൺട്രോൾ ചെയ്യണം. നീര് മാറിയോണ്ട് ഇനി നമ്മൾ ഇഞ്ചക്ഷൻ വെക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. നീര് ഇനി തിരിച്ചു വരുവാണെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷന്റെ ആവശ്യം വരുത്തുള്ളൂ. ഷുഗർ കൺട്രോൾ ചെയ്താൽ ഇത് തിരിച്ചു വരാതെ. നമ്മളിപ്പോ മാനേജ് ചെയ്ത് ഷുഗർ ഉണ്ടാക്കിയ കോംപ്ലിക്കേഷനാണ്. ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ അസുഖം എല്ലാം തിരിച്ച് അങ്ങനെ തന്നെ വരാൻ പറ്റും. ഇടത്തെ കണ്ണ് നമ്മൾ ലേസർ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അബ്നോർമൽ വെസൽസ് കുറയുന്നുണ്ട്, പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. ഷുഗർ ഇനി കൺട്രോൾ ചെയ്ത് പോകണം. നമുക്ക് HbA1c 7% താഴെ ആക്കണം. എന്നാലേ ഇത് അങ്ങനെ ഒന്നും പ്രശ്നമില്ലാതെ വരും. എല്ലാ മാസം ഒരു മാസത്തിൽ ഒരിക്കലും ഒന്ന് ചെക്കപ്പ് ആയിട്ട് വരണം. 3 മാസത്തേക്ക് വരും. നമ്മൾ സ്കാൻ എടുക്കും. നീരൊന്നും വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് 3 മന്ത്ലി ചെക്കപ്പ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാഴ്ച നോക്കിയപ്പോ ഇപ്പൊ കണ്ണാടി വെക്കുമ്പോൾ നല്ല കാഴ്ച കിട്ടുന്നുണ്ട് 2 കണ്ണിനും. വലത്തെ കണ്ണിന് നീര് മാറിയതിന്റെ കാഴ്ച കൂടിയിട്ടുണ്ടാക്കി, വലിയ ക്ഷീണം വന്നിട്ടില്ല. അപ്പൊ നേരത്തെ നമുക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഗുണമുണ്ട്. കണ്ണാടി ഞാൻ എഴുതി തരാം. കണ്ണാടി വെച്ചിട്ട് നമുക്ക് അടുത്ത മാസം കാണാൻ. ഇനി ഷുഗർ കൺട്രോൾ ചെയ്യണം, അത് മെയിൻ ആയിട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. മരുന്ന് താഴെ ഫാർമസി പേര് പറഞ്ഞാൽ മതി. ടാബ്ലറ്റ് ഉണ്ട് 3 മാസത്തേക്ക്, ഒരു തുള്ളി മരുന്നുണ്ട് 3 മാസം, അതും യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത മാസം കാണാം. പേര് പറയണേ മാം. സൗമ്യ. വരും, ഇരിക്കും. മാഡത്തിന്റെ പേരെന്തായിരുന്നു? സൗമ്യ. ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അല്ലേ? ഓക്കെ. സൗമ്യ മാഡം ഇതിനു മുമ്പേ കണ്ണട യൂസ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ വെച്ചിട്ടില്ല അല്ലേ? ഓക്കെ. നമുക്ക് വെള്ളെഴുത്തിന്റെ ചെറിയൊരു പവർ വന്നിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പവർ ആണ്, പേടിക്കാനൊന്നുമില്ല. 0.75 ആണ്. ഒരു 39-40 വയസ്സ് അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്ഥിരമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വായിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ മതി. മാഡം വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആയിട്ട് എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? സിസ്റ്റം അങ്ങനെ? ഓക്കെ മാം. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കണ്ണട വയ്ക്കുന്നുണ്ട്, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഫ്രെയിം ആദ്യം കുറച്ച് കാണിച്ചു തരാം. ഇതൊരു മറ്റൊരു തരം ഫ്രെയിമാണ്. ഇത് ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നതാണ്. ഫൈബറിൽ തന്നെ TR എന്ന് പറഞ്ഞ സെപ്പറേറ്റ് മെറ്റീരിയൽ ചെയ്യുന്നത്. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ട്, അതേപോലെ തന്നെ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ പാടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഭയങ്കര കംഫർട്ടാണ്. സെറ്റിനോട് റിയാക്ട് ചെയ്യത്തോണ്ട് ഇവിടെ അലർജിക് ഇഷ്യൂസും വരുന്നില്ല. ഒന്ന് വെച്ച് നോക്കാവോ? ഓക്കെ ആണോ? ഓക്കെ. ഫ്രെയിമിന്റെ കാര്യത്തിൽ നമുക്ക് ഓക്കെ സെലക്ട് ചെയ്തിരിക്കും. ഞാൻ ലെൻസ് പറഞ്ഞു തരാം. നമുക്ക് 2 തരം ലെൻസ് വരും. ഒന്നിന് നമ്മൾ ബൈഫോക്കൽ എന്ന് പറയും. അതൊരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ടൈപ്പ് ലെൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ലെൻസിന്റെ അടിവശത്ത് ഒരു റൗണ്ട് സെഗ്മെന്റ് കാണിക്കും. റീഡിങ് വേറെ, ഡിസ്റ്റൻസ് വേറെ. അപ്പൊ ഇത്തരത്തിലുള്ള ലെൻസും മാമിന്റെ പ്രൊഫഷനും തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് എടുത്ത് വെക്കുന്ന സമയത്ത് ഇതിന്റെ താഴ്വശത്തായിരിക്കും റീഡിംഗ് പവർ. അപ്പോൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഡെസ്ക്ടോപ്പും കീബോർഡും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കംഫർട്ട് ആണെങ്കിൽ ഹെഡ് മൂവ്മെന്റ് കൂടുതൽ വരും. ഇത് ഭാവിയിൽ ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിനോ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രസീവ് പറഞ്ഞ ഒരു ന്യൂ ജനറേഷൻ ലെൻസ് കൊടുക്കും. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം ദൂരത്തേക്കും ഇന്റർമീഡിയറ്റും റീഡിങ്ങിലോട്ടും ഒരേ സമയം പവർ ഉണ്ടാവും. ഒരു മൾട്ടിഫോക്കൽ ലെൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസിൽ നോക്കിയിട്ട് താഴെ നോക്കുമ്പോൾ കണ്ണൊരു സ്ലോപ്പ് ആയിട്ട് വരുന്നതുകൊണ്ട് കണ്ണിന് കുറച്ച് കംഫർട്ടാണ്. അത്തരത്തിലുള്ള ലെൻസ് ചൂസ് ചെയ്താൽ പോരെ? ഓക്കെ മാം. വന്നോ? അപ്പൊ എല്ലാവരും നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിന് വേണ്ടി ബേസിക് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് അലീന ബിലുക്കോസ് ഫ്രം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ആറ്റിങ്ങൽ, സൈനിങ് ഓഫ്. താങ്ക് യു.